പിന്നെ ഗൈസ് അത് അവിടെയാണ് കുട്ടിപ്പിടിക്കോ. നമ്മളിപ്പോൾ അങ്ങോട്ട് നടക്കാൻ പോവുകയാണ് കേട്ടോ ഗൈസ്. അങ്ങോട്ട് നമ്മളിപ്പോൾ പോവുകയാണ്. അവിടെ കുറേ ഫോട്ടോ ഒക്കെ എടുക്കാനുണ്ട് കേട്ടോ ഗൈസ്. അവിടെയും കണ്ടോ ഗൈസ്, കുറേ ഫോട്ടോ എടുക്കാനായിട്ട് അവിടെയുണ്ട്. ഇവിടെ വോൾക്കാനിക് ഇറപ്ഷൻ കൊണ്ടാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ ഈ ആർച്ച് വേൻ്റെ അവിടെ കുറേ നിൽക്കാൻ പറ്റില്ല. നമുക്ക് റോക്സ് ഫോൾ ചെയ്യും, അത്രയും സ്റ്റഡി അല്ല അത്. അതുകൊണ്ട് ചിലപ്പോൾ റോക്സൊക്കെ ഫോൾ ചെയ്യും. ഹെവി റെയിൻ സീസണിൽ ഇത്രയും കൂടിയും ഫോൾ ചെയ്യാനുള്ള സാധ്യത കൂടും. ബട്ട് ഗുഡ് വെതറിൽ അത് നല്ലതാണെന്നാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് അവിടെ കുറേ നേരം നിൽക്കാൻ പാടില്ല. ഒരു കല്ലിൽ നിൽക്കാട്ടോ ഗൈസ്. കുറേ ആൾക്കാരൊക്കെ കുറേ ടൂറിസ്റ്റുകൾക്ക് വിസിറ്റ് ചെയ്യുന്ന സ്ഥലമൊക്കെ നല്ല രസമുണ്ട് ഗൈസ്. അടിപൊളിയാണ് കാണാനൊക്കെ ആയിട്ട്. അത് കണ്ടോ ഗൈസ്, ആ മൗണ്ടെയിനിന് ആ സൺലൈറ്റ് നല്ലൊരു ഇതുണ്ടാക്കുന്നുണ്ട്. നല്ല രസമുണ്ട് ഗൈസ്. എല്ലാം നല്ലൊരു അടിപൊളി വ്യൂ ആണ്. ഈ ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കത്തീഡ്രൽ ഗോൾഡ് മാതിരിയുള്ള റാ പൊല്യൂഷൻ അതാണ് ആർച്ച്. അവിടെ നിർത്താൻ പാടില്ല. പിന്നെ ഗൈസ് ഇവിടെ നമ്മൾ ആ മല കയറിയിട്ടുണ്ട്. നമ്മൾ ആ സ്റ്റെപ്പിൽ കൂടി കുറേ സ്റ്റെയർ കേസും ഉണ്ട്, ഫുഡ് പാത്തും ഉണ്ട്. നമുക്ക് ലോസ്റ്റായി പോവുകയുമില്ല. നല്ല രസമുള്ള കാഴ്ചകളാണ്. ഓഷ്യൻ്റെ ഡെഡ് എൻഡാണ് കേട്ടോ ഗൈസ് നമ്മൾ കാണുന്നത്. അവിടെ ഭയങ്കര സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ് നമ്മൾ കാണുന്നത്. ഭയങ്കര സ്കേറിയും അഡ്വഞ്ചറസും ആയിട്ടുള്ള റൈഡാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്നതും അഡ്വഞ്ചറാണ്. അടിപൊളിയാണ് കേട്ടോ ഗൈസ് കാണാനൊക്കെ ആയിട്ട്. അവർ ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ബോർഡിൽ പഠിപ്പിച്ച് തരും. ബോർഡിൽ അവർ നമ്മൾ പറഞ്ഞു തരും. പിന്നെ ഇവിടെ കുറേ ഫാംസും ഉണ്ട്. അത് കണ്ടോ ഗൈസ്, കുറേ പശുക്കളും ഉണ്ട്. നല്ല രസമുള്ള ഹിൽ സൈഡ് പോലെയാണ് കാണുന്നത്. ഇവിടെ അത്യാവശ്യത്തിനൊക്കെ കാറ്റുണ്ട് കേട്ടോ ഗൈസ്. ഇതാണ് ഫുഡ് പാത്ത്. നമുക്ക് ഇതിൽ കൂടി കുറേ നടക്കാനുണ്ട്. നമ്മളിങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ല പെയിൻ്റ് അടിച്ച പോലെ ഇല്ലേ ഗൈസ്, ഓഷ്യനൊക്കെ കാണുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് അത്. ഇത് എന്ന് പറഞ്ഞാൽ ന്യൂസിലൻഡിൻ്റെ വേൾഡ് വാർ 1 മെമ്മോറിയൽ ഫോറസ്റ്റ് ആണ് കേട്ടോ.